ഹായ് ഓൾ, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ഇന്ത്യ PSC അക്കാഡമിയിലേക്ക് സ്വാഗതം. ശ്രദ്ധിക്കുക, നിലവിൽ നമ്മുടെ കേരള PSCയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ മാസങ്ങളിൽ, അതായത് ഈ ജൂൺ ജൂലൈ മാസങ്ങളിൽ ഒരു കാറ്റഗറി നമ്പർ 17/2025 അടിസ്ഥാനമാക്കി സ്പെഷ്യൽ ബ്രാഞ്ച് അസിസ്റ്റന്റ് എന്ന പേരിൽ കേരള പോലീസ് സർവീസിലേക്ക് ഒരു വിജ്ഞാപനം വന്നിരുന്നു അല്ലെ. അപ്പൊ നമുക്കതിന്റെ നിലവിൽ പരീക്ഷകളായിട്ടില്ല, വരാൻ പോകുന്ന ഒരു ഡിഗ്രി പ്രിലിംസ് ഉണ്ട്. അപ്പൊ അതിലായിരിക്കും ആ പരീക്ഷന്റെ പ്രിലിംസ് ഉൾക്കൊള്ളിക്കുന്നത്. ശേഷം സെപ്പറേറ്റ് മെയിൻസ് ഉണ്ടാവും. കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലെ പ്രിലിംസ് ഉണ്ടായിരുന്നു, സെപ്പറേറ്റ് മെയിൻസും ഉണ്ടായിരുന്നു. അപ്പൊ നമുക്ക് ഇന്ന് നോക്കേണ്ടത് ഇതിന്റെ മെയിൻസിന്റെ സിലബസ് എങ്ങനെയായിരിക്കും, മാത്രമല്ല സ്പെഷ്യൽ ടോപ്പിക്കുകളൊക്കെ ഉണ്ടോ. ഇപ്പൊ കേരള പോലീസ് ആയതുകൊണ്ട് എന്തെങ്കിലും തരത്തിലുള്ള സ്പെഷ്യൽ ടോപ്പിക്കുകൾ നേരത്തെ ഉണ്ടായിരുന്നോ എന്ന് കൃത്യമായി നമുക്ക് പരിശോധിക്കണം. തുടങ്ങിയാണ് നമുക്ക് ക്ലിയർ. അപ്പൊ അതിനുവേണ്ടി നമ്മുടെ നിലവിൽ യൂട്യൂബ് ക്ലാസ് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും ചാനൽ കൃത്യം സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടപ്പുറത്ത് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യണേ. ഓൾ നോട്ടിഫിക്കേഷൻ അലേർട്ട് കൊടുത്താലേ ഇതുപോലുള്ള എല്ലാ ഷോസിന്റെയും നോട്ടിഫിക്കേഷൻ കൃത്യമായി വരികയുള്ളൂ. മറക്കല്ലേ. തുടങ്ങിയാലോ. റൈറ്റ്. അപ്പൊ നോക്കണം, വരും ദിവസങ്ങളിൽ കൃത്യമായി പ്രിലിംസ് നടക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതിന്റെ ഡേറ്റും കാര്യങ്ങളും വഴിയെ നമുക്ക് നോക്കാം. ഓക്കെ. അപ്പൊ നിലവിൽ നമുക്ക് നോക്കേണ്ടത്, കാരണം നമുക്ക് PCM സ്റ്റഡിയാണ് എപ്പോഴും വേണ്ടത്. PCM എന്താ? പ്രിലിംസ് കം മെയിൻസ് എന്നാണ് പറയുന്നത്. PCM പ്രിലിംസ് കം മെയിൻസ്. അപ്പൊ ആ ഒരു ടൈപ്പ് ഓഫ് സ്റ്റഡിയാണ് നമുക്ക് എപ്പോഴും വേണ്ടത്. കാരണം പ്രിലിംസ് ഏകദേശം ഒരു 3 മാസം, 3 to 4 മാസത്തിനുള്ളിൽ കൃത്യമായ ഒരു 100 ദിവസത്തിനകം പ്രിലിംസ് കഴിഞ്ഞ് 100 ദിവസത്തിനകം മെയിൻസ് ഉണ്ടാകും. അതുകൊണ്ട് ഒരുമിച്ച് പഠിക്കുന്നതാണ് എപ്പോഴും സേഫ് എന്ന് പറയുന്നത്. നമുക്ക് നോക്കിയേക്കാം. അപ്പൊ നോക്കൂ, ഇത് കഴിഞ്ഞ എന്ന് പറയുമ്പോൾ ഹെഡിങ് ഉണ്ടായിരുന്നു, ഡീറ്റെയിൽ സിലബസ് ഫോർ ദി ഫൈനൽ എക്സാമിനേഷൻ ഡിഗ്രി ലെവൽ. അപ്പൊ ഇതിനകത്ത് നമ്മുടെ ഞാൻ പറഞ്ഞ സ്പെഷ്യൽ ബ്രാഞ്ച് ഉണ്ട്. സ്പെഷ്യൽ ബ്രാഞ്ച് അസിസ്റ്റന്റ് SBCAD കേരള പോലീസ് സർവീസ് കാറ്റഗറി നമ്പർ 315/2019. അപ്പൊ ഈ കഴിഞ്ഞ കാറ്റഗറി നമ്പർ 315/2019 അടിസ്ഥാനമാക്കി PSC വിളിച്ചിരുന്ന ഒരു വിജ്ഞാപനമായിരുന്നു അന്ന്, പഴയ SBCAD. എന്നാൽ പുതിയ SBCAD നമ്മൾ കണ്ടിരുന്നു 17/2025 നമ്മൾ കണ്ടിരുന്നു. ക്ലിയർ നിൽക്കട്ടെ. അപ്പൊ നമുക്ക് സിലബസുകൾ പരിശോധിക്കാം. ആദ്യം പറയുന്നത് ഹിസ്റ്ററി എത്ര മാർക്കാണ്? 5 മാർക്ക്. ജോഗ്രഫി ആണെങ്കിലോ 5 മാർക്ക്. ഏകദേശം പ്രിലിംസിന്റെ സിലബസിന് ഈക്വൽ ആണെങ്കിലും വ്യത്യാസമുണ്ട് കേട്ടോ. കാരണം കുറെ ടോപ്പിക്കിൽ വ്യത്യാസമുണ്ട്, തന്നിരിക്കുന്ന മാർക്കിന് വ്യത്യാസമുണ്ട്. ഞാൻ ആ വ്യത്യാസത്തോടൊന്ന് പറഞ്ഞു പോവുകയാണ്. നിങ്ങൾ നോക്കിക്കോണേ, ഹിസ്റ്ററി നമുക്ക് കൃത്യമായി പറഞ്ഞാൽ 5 മാർക്ക് അവർ കൊടുത്തിട്ടുള്ളൂ. പക്ഷെ ഇത് പ്രിലിംസിൽ ശരിക്കും പറഞ്ഞാൽ 10 മാർക്കില്ലായിരുന്നു. അതെ, പ്രിലിംസിൽ 10 മാർക്കായിരുന്നു, ഇവിടെ 5 മാർക്കായി വെട്ടി കുറച്ചിട്ടുണ്ട്. ജോഗ്രഫിയിലേക്ക് വരുന്ന സമയത്ത് 5 മാർക്കാണ്, വ്യത്യാസമൊന്നുമില്ല. പ്രിലിംസിലും മെയിൻസിലും സെയിം സിലബസ് ആണ്. എക്കണോമിക്സും സെയിം ആണ്, പ്രിലിംസിലും മെയിൻസിലും 5 മാർക്ക് തന്നെ കൊടുത്തിട്ടുണ്ട്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ 5 മാർക്ക് ആണെങ്കിലും ഇവിടെ ചെറിയൊരു വ്യത്യാസം, സിലബസ് കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് നോക്കാതെ. അതുപോലെ കേരള ഗവർണൻസ് ആൻഡ് സിസ്റ്റം ഓഫ് അഡ്മിനിസ്ട്രേഷൻ പ്രിലിംസിൽ ഇല്ലായിരുന്നു. അതൊരു പുതിയ ടോപ്പിക്കാണ്. 10 മാർക്കാണ് കൊടുത്തേക്കുന്നത്, എക്സ്ട്രാ എഫേർട്ട് വേണം. അടുത്ത ലൈഫ് സയൻസ് ആൻഡ് പബ്ലിക് ഹെൽത്ത് പ്രിലിംസിൽ ഇല്ലായിരുന്നു, 6 മാർക്കാണ്. കൃത്യമായി പറഞ്ഞാൽ അത് മെയിൻസിൽ മാത്രമേ ഉള്ളൂ. നമ്മൾ പ്രിലിംസിൽ സയൻസ് ആൻഡ് ടെക് എന്നൊരു ടോപ്പിക്കാണ്. അടുത്ത ഫിസിക്സ് പ്രിലിംസിൽ ഇല്ല, മെയിൻസിൽ മാത്രമേ ഉള്ളൂ, 3 മാർക്കാണ്. അടുത്ത കെമിസ്ട്രി പ്രിലിംസിൽ ഇല്ല, മെയിൻസിൽ മാത്രമേ ഉള്ളൂ, 3 മാർക്കാണ്. പക്ഷേ ഇതിന്റെ ഏതാണ്ടൊക്കെ കുറച്ച് പോർഷനൊക്കെ നിങ്ങൾ സയൻസ് ആൻഡ് ടെക്കിൽ പഠിക്കും. പക്ഷെ ഇവിടെ ഒരു ആധികാരികമായ ഒരു സിലബസ് കൊടുത്തിട്ടുണ്ട്. കെമിസ്ട്രി എന്തൊക്കെ വേണമെന്നും ഫിസിക്സ് എന്തൊക്കെ വേണമെന്നും ലൈഫ് സയൻസ് ആൻഡ് പബ്ലിക് ഹെൽത്തിൽ എന്തൊക്കെ വേണമെന്നും ആധികാരികമായ സിലബസ് ഉണ്ട്. അത്രയും ആധികാരികമായി നിങ്ങൾ ഇവിടെ പഠിക്കുന്നില്ല, പ്രിലിംസിൽ SBCADക്ക് പഠിക്കുന്നില്ല എന്ന് ഓർത്തിരിക്കുക. അടുത്ത ആർട്ട്, ലിറ്ററേച്ചർ, കൾച്ചർ, സ്പോർട്സ് 5 മാർക്കേ ഉള്ളൂ. കാരണം പ്രിലിംസിൽ 10 മാർക്ക് ഉണ്ടായിരുന്നു. അടുത്ത ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടർ സെയിം ആണ്, പ്രിലിംസിലും ഇവിടെയും ഒരേപോലെ തന്നെ 3 മാർക്കിനുണ്ട്. അടുത്തത് ഇമ്പോർട്ടന്റ് ആക്ട് കൊടുത്തിരിക്കുന്നത് 5 മാർക്കാണ്. ഓക്കെ അല്ലേ? അത് പ്രിലിംസിൽ ഇല്ലായിരുന്നു, പക്ഷെ ഇവിടെ 5 മാർക്കിന് കൃത്യമായി കൊടുത്തിട്ടുണ്ട്. കറണ്ട് അഫെയർ 15 മാർക്ക് എടുത്തു പറഞ്ഞിട്ടുണ്ട്. അത് കൃത്യം നോക്കിക്കോണേ, കാരണം പ്രിലിംസിൽ നമുക്ക് കൃത്യമായി കറണ്ട് അഫെയറിന് ഒരു മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ കൊടുത്തിട്ടില്ല. നിങ്ങൾ നോക്കിയാൽ മതി, സിലബസിനകത്ത് ഓരോ ടോപ്പിക്കിന്റെയും അടിയിൽ, അതായത് ഓരോ ടോപ്പിക്കിന്റെ ഏറ്റവും അടിയിൽ കറണ്ട് അഫെയർ ടു റിലേറ്റഡ് ടു ദിസ് ടോപ്പിക് എന്നേ ഉള്ളൂ. ഹിസ്റ്ററിന്റെ ഏറ്റവും താഴെ കാണും, കറണ്ട് അഫയേഴ്സും കൂടെ കവർ ചെയ്യണം. ജോഗ്രഫിന്റെ ഏറ്റവും താഴെ കാണും. അല്ലാതെ സ്പെഷ്യൽ ആയിട്ട് ഞങ്ങൾ ഇത്ര മാർക്ക് ചോദിക്കുമെന്ന് പ്രിലിംസിന്റെ സിലബസിൽ ഇല്ലായിരുന്നു. പക്ഷെ മെയിൻസിൽ കൃത്യമായിട്ട് ഞങ്ങൾ 15 മാർക്കിന് ചോദിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് തീർച്ചയായിട്ടും നമ്മൾ ശ്രദ്ധിക്കണം. അടുത്ത Q&A റീസണിങ്ങിന് 10 മാർക്കാണ് കൊടുത്തിരിക്കുന്നത്. ഇംഗ്ലീഷ് ആണെങ്കിലോ അതും ഉണ്ട് ഒരു 10 മാർക്ക്. മലയാളം ആണെങ്കിലോ അതും ഉണ്ട് ഒരു 10 മാർക്ക്. അപ്പൊ ഒരു കാര്യം മനസ്സിലായി, നമുക്ക് ഈ ഇംഗ്ലീഷും മലയാളവും മാത്സും കറണ്ട് അഫെയറൂടെ ചേർത്തിട്ട് 45 മാർക്കാണ്. ഞാൻ പറഞ്ഞ മനസ്സിലായോ? 10 മാർക്ക് മലയാളം, 10 മാർക്ക് ഇംഗ്ലീഷ്, 10 മാർക്ക് മാത്സ് ആൻഡ് റീസണിങ്, കറണ്ട് അഫെയർ 15 മാർക്കാണ്. അവിടെ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, പ്രിലിംസിന് വ്യത്യാസമുണ്ടോ? സിലബസ് അതുപോലെ തന്നെ, പക്ഷെ മാർക്കിൽ കുറവുണ്ട്. മലയാളം 10 തന്നെയായിരുന്നു പ്രിലിംസിൽ, അതിൽ മാറ്റമില്ല. പക്ഷെ ഇംഗ്ലീഷിൽ വ്യത്യാസമുണ്ട്. ഇംഗ്ലീഷിൽ പ്രിലിംസിൽ 20 മാർക്കായിരുന്നു, അത്
മെയിൻസിലേക്ക് വന്നപ്പോൾ 10 മാർക്കായി കുറഞ്ഞിട്ടുണ്ട്. ക്യു ആൻഡ് റീസണിങ് സെയിം സിലബസ് ആണ്, പക്ഷെ 20 മാർക്കായിരുന്നു പ്രിലിംസിൽ, അത് മെയിൻസിലേക്ക് വന്നപ്പോൾ 10 കുറഞ്ഞിട്ടുണ്ട്. ഓക്കെ അല്ലേ? അപ്പൊ അങ്ങനെ മാറ്റം ഉണ്ട്. അപ്പൊ ആ മാറ്റം കൃത്യമായി നമ്മൾ അറിയേണ്ടതായിട്ടുണ്ട്. സ്പെഷ്യൽ ടോപ്പിക്കിനെ കാണുന്നില്ല താനും, നല്ലൊരു പോസിറ്റീവ് സ്റ്റെപ്പാണ്. സ്പെഷ്യൽ ടോപ്പിക് ഇല്ല, കാരണം നമ്മൾ എക്സൈസിലേക്കോ അല്ലെങ്കിൽ സബ് ഇൻസ്പെക്ടർ പോലീസിലേക്കോ അല്ലെങ്കിൽ മറ്റുള്ള ക്യാറ്റിലേക്കോ ഒക്കെ പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മളൊരു സ്പെഷ്യൽ ടോപ്പിക് അവൈലബിൾ ആണ്. അതിന് എക്സ്ട്രാ എഫേർട്ട് നമ്മൾ കൊടുക്കേണ്ടതായിട്ട് വരും. പക്ഷെ ഇവിടെ അങ്ങനെ ഒരു എക്സ്ട്രാ എഫേർട്ട് എന്ന് പറയുമ്പോൾ സ്പെഷ്യൽ ടോപ്പിക്കിന് പകരമായിട്ട് നമുക്കിവിടെ ഉണ്ട് കേട്ടോ. ഏതാണ് ഈ ഒരു ടോപ്പിക്ക്? ഈ കേരള ഗവർണൻസ് ഓഫ് സിസ്റ്റം ഓഫ് അഡ്മിനിസ്ട്രേഷൻ, ഇമ്പോർട്ടന്റ് ആക്ടുകൾ പഠിക്കാനുണ്ട്. അതുപോലെ ലൈഫ് സയൻസ് ആൻഡ് പബ്ലിക് ഹെൽത്ത്, ഫിസിക്സ്, കെമിസ്ട്രി, ഇതെല്ലാം ശരിക്കും ഒരു പുതിയ ടോപ്പിക്കാണ്, ഫിലിംസിൽ ഇല്ലാതിരുന്ന ടോപ്പിക്കാണ്. അപ്പോൾ പ്രത്യേകിച്ച് BNSS, അതായത് പോലീസിലുള്ള പോലെ BNSSO അല്ലെങ്കിൽ നമ്മുടെ പഴയ CRPC ഒന്നും ഇല്ല അല്ലെ, അതൊന്നുമില്ല. പക്ഷെ അതിന് പകരമായിട്ട് മറ്റുള്ള ചില ടോപ്പിക്കുകളെ ആഡ് ചെയ്തിട്ടുണ്ട് താനും, മറക്കല്ലേ. നമുക്ക് എന്നെ വിശദീകരിച്ച് സിലബസിലേക്ക് ഒന്ന് പോയാലോ? നോക്കൂ, ഹിസ്റ്ററി അതുപോലെ തന്നെ 5 മാർക്കാണ്. അത് നമ്മുടെ പ്രിലിംസിൽ 10 ആയിരുന്നു, ഇവിടെ 5 കുറച്ചിട്ടുണ്ട്. പഴയ ടോപ്പിക് തന്നെ കേരള ഹിസ്റ്ററി, അറൈവൽ ഓഫ് യൂറോപ്യൻസ്, കോൺട്രിബ്യൂഷൻസ് ഓഫ് യൂറോപ്യൻസ്, ഹിസ്റ്ററി ഓഫ് ട്രാവൻകൂർ ഫ്രം മാർത്താണ്ഡവർമ്മ ടു ശ്രീധര തിരുനാള്, അതുപോലെ സോഷ്യൽ റിലീജിയസ് മൂവ്മെന്റുകൾ, യുണൈറ്റഡ് കേരള, നാഷണൽ മൂവ്മെന്റ് ഓഫ് കേരള പോലുള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്തി. ഇതിലുള്ളത് ഇന്ത്യൻ ഹിസ്റ്ററിയാണ്. പൊളിറ്റിക്കൽ ഹിസ്റ്ററി, എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് ബ്രിട്ടീഷ്, ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ്, ഫോർമേഷൻ ഓഫ് INSE, സ്വദേശി മൂവ്മെന്റ്, സോഷ്യൽ റിഫോം മൂവ്മെന്റ്, പത്രങ്ങൾ, മഹാത്മാഗാന്ധി, സ്റ്റേറ്റ് റീഓർഗനൈസേഷൻ, ഫോറിൻ പോളിസി. ഇനിയുള്ളത് വേൾഡ് ഹിസ്റ്ററിയാണ്. വേൾഡ് ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ട് ഗ്രേറ്റ് റവല്യൂഷൻ ഇൻ ഇംഗ്ലണ്ട്, അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ്, ഫ്രഞ്ച് റവല്യൂഷൻ, റഷ്യൻ റവല്യൂഷൻ, ചൈനീസ് റവല്യൂഷൻ, പൊളിറ്റിക്കൽ ഹിസ്റ്ററി ആഫ്റ്റർ സെക്കൻഡ് വേൾഡ് വാർ. കൃത്യമായിട്ട് ഹിസ്റ്ററി 5 മാർക്ക്, 3 ടോപ്പിക്കിനെ പ്രിലിംസിനെ പോലെ കവർ ചെയ്യുന്നു. അതായത് വേൾഡ് ഹിസ്റ്ററി, ഇന്ത്യൻ ഹിസ്റ്ററി, കേരള ഹിസ്റ്ററി. അടുത്ത ജോഗ്രഫിയാണ് 5 മാർക്ക്. അവിടെ ഈ ടോപ്പിക്കിൽ മാറ്റമൊന്നുമില്ല, സെയിം ആസ് പ്രിലിംസ് ആണ്. പ്രിലിംസിലെ സെയിം ടോപ്പിക്കാണ് കവർ ചെയ്ത് പോയിട്ടുണ്ട്. ആദ്യം കുറച്ച് വേൾഡ് ജോഗ്രഫി കവർ ചെയ്തിട്ടുണ്ട്, പിന്നെ കുറച്ച് ഇന്ത്യൻ ജോഗ്രഫി സെയിം ആസ് പ്രിലിംസ് ആണ്. സോ 3 കേരള ജോഗ്രഫി സെയിം ആസ് പ്രിലിംസ്. എന്താണോ പ്രിലിംസിൽ കൊടുത്തിട്ട് അതുപോലെ തന്നെ. അപ്പൊ നിങ്ങൾ പ്രിലിംസിന്റെയും മെയിൻസിന്റെയും പ്രിന്റ് ഔട്ട് സെപ്പറേറ്റ് എടുക്കണം. ഓക്കെ, 2 എടുക്കുക. ഞാനത് ഗ്രൂപ്പിലേക്ക് സെൻഡ് ചെയ്തേക്കാം. അടുത്ത എക്കണോമിക്സ് ആണ്. ഇന്ത്യൻ എക്കണോമി, 5 ഇയർ പ്ലാൻ, ന്യൂ എക്കണോമിക് റീഫോംസ്, പ്ലാനിംഗ് കമ്മീഷൻ, നീതി ആയോഗ്, ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ, അഗ്രികൾച്ചർ, ഗ്രീൻ റവല്യൂഷൻ, മിനറൽസ്, ടാക്സുകൾ, GST. അപ്പൊ അതും ഏകദേശം കുറെയൊക്കെ ടോപ്പിക്കുകൾ നമ്മൾ ഏകദേശം അത് കുറെയൊക്കെ ടോപ്പിക്കുകൾ നമ്മളിവിടെ പ്രിലിംസിൽ പഠിക്കുന്ന ടോപ്പിക്കാണ് കേട്ടോ, മറന്നുപോകല്ലേ. 5 മാർക്കാണ് എക്കണോമിക്സിന് കൊടുത്തിരിക്കുന്നത്. പിന്നെയുള്ളത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ്. പക്ഷെ അവിടെ നമ്മൾ ഈ പ്രിലിംസിൽ നിന്നുള്ള മാറ്റം എന്ന് വെച്ചാൽ ടോപ്പിക്കുകളെ എടുത്തെടുത്ത് പറഞ്ഞിട്ടുണ്ട്, കാരണം കുറച്ച് ആധികാരികത കൂട്ടിയിട്ടുണ്ട്. കാരണം പ്രിലിംസിൽ നമുക്ക് ഏകദേശം ടോപ്പിക്കുകളെ അങ്ങനെ എടുത്തു പറഞ്ഞേക്കുന്നതിൽ ഇത്രയും ഒരു വിശാലമായ രീതിയിൽ കൊടുത്തിരുന്നില്ല. ഇവിടെ അസംബ്ലി, പ്രിയാമ്പിൾ, സിറ്റിസൺഷിപ്പ്, ഫണ്ടമെന്റൽ റിട്ട്, ഹേവിയസ് റിട്ടിനെ എടുത്തു പറഞ്ഞേക്കുന്നു. DPSP, എക്സിക്യൂട്ടീവ്, ജുഡീഷ്യറി, ലോക്കൽ സെൽഫ് ഗവൺമെന്റുകൾ, കോൺസ്റ്റിറ്റ്യൂഷണൽ അതോറിറ്റീസ്, അതുപോലെ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസിന്റെ പേര് അങ്ങനെ എടുത്തെടുത്ത് പറയുന്നു. അത്യാവശ്യം കാര്യമായും കൂടുതലായും പഠിക്കാനുണ്ട് എന്ന് പറയുന്നു. പിന്നെ നമ്മൾ മുന്നോട്ട് പോകുന്ന സമയത്ത് കേരള ഗവർണൻസ് ആൻഡ് സിസ്റ്റം ഓഫ് അഡ്മിനിസ്ട്രേഷൻ 10 മാർക്കാണ്, പുതിയ ടോപ്പിക്കാണ്. കേരള സ്റ്റേറ്റ് സിവിൽ സർവീസ്, ക്യോസി ജുഡീഷ്യൽ ബോഡീസ്, വേരിയസ് കമ്മീഷൻ, ബേസിക് ഫാക്ട് ഓഫ് സോഷ്യോ എക്കണോമിക് ഡെവലപ്മെന്റ്, പ്ലാനിംഗ് ബോർഡ്, കമേഴ്ഷ്യൽ പ്ലാനിംഗ്, പോളിസീസ്, ഡിസാസ്റ്റർ മാനേജ്മെന്റ്, വാട്ടർഷെഡ് മാനേജ്മെന്റ്, എംപ്ലോയ്മെന്റ് റിലേറ്റഡ് സ്കീംസ്, ഗവർണൻസ്, ഡെലിഗേറ്റ് ലെജിസ്ലേഷൻ, ഇറ്റ്സ് കൺട്രോൾ, അതുപോലെ തന്നെ കോൺസ്റ്റിറ്റ്യൂഷണൽ ലോ റെമഡീസ് അഗെയിൻസ്റ്റ് അഡ്മിനിസ്ട്രേറ്റീവ് ആർബിട്രറിനെസ്, പിന്നെ അഡ്മിനിസ്ട്രേറ്റീവ് ഡിസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞ് കൃത്യമായി ടോപ്പിക്കുകളെ കൊടുത്തിട്ടുണ്ട്. കേരള ഗവർണൻസ് ആൻഡ് സിസ്റ്റം ഓഫ് അഡ്മിനിസ്ട്രേഷൻ 10 മാർക്കാണ്, മറന്നു പോകരുത്. പിന്നെയുള്ളത് പുതിയ ടോപ്പിക് എന്ന് പറഞ്ഞാൽ ലൈഫ് സയൻസ് ആൻഡ് പബ്ലിക് ഹെൽത്ത് 6 മാർക്കാണ്. ബേസിക് ഫാക്ട് ഓഫ് ഹ്യൂമൻ ബോഡി, വിറ്റാമിൻ, മിനറൽസ്, കമ്മ്യൂണിക്കബിൾ ഡിസീസ്, കോസിറ്റീവ് ഓർഗാനിസംസ്, പ്രിവെന്റീവ് ആൻഡ് റെമഡിയൽ മെഷേഴ്സ്, കേരള വെൽഫെയർ ആക്ടിവിറ്റീസ് ആൻഡ് ഹെൽത്ത് സെക്ടർ, ലൈഫ് സ്റ്റൈൽ ഡിസീസ്, ബേസിക് ഹെൽത്ത് ഫാക്ട്, എൻവയോൺമെന്റ് കൃത്യമായി കൊടുത്തിട്ടുണ്ട്. പിന്നെ ഫിസിക്സ് ആണ്. ബ്രാഞ്ചസ് ഓഫ് ഫിസിക്സ് 3 മാർക്ക്. അതുപോലെ മോഷൻസ് കൊടുത്തിട്ടുണ്ട്. ലൈറ്റ്, ലെൻസ്, മിറർ അങ്ങനെയുള്ള കാര്യങ്ങൾ കൃത്യമായി കൊടുത്തിട്ടുണ്ട്. സൗണ്ടിനെ കുറിച്ച് കൊടുത്തിട്ടുണ്ട്. ഫോഴ്സുകളെ കുറിച്ച് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഗ്രാവിറ്റേഷനെ പറ്റി, സെൻട്രിപെറ്റൽ ഗ്രാവിറ്റേഷൻ, വെയിറ്റ്, മാസ്, അതുമായി ബന്ധപ്പെട്ട കണക്കുകൾ നോക്കണം കേട്ടോ. പ്രോബ്ലംസുകൾ കൃത്യമായി ചെക്ക് ചെയ്യണം. അതുപോലെ തന്നെ ഹീറ്റ്, ടെമ്പറേച്ചർ, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് തെർമോമീറ്റർ, ഹ്യൂമിഡിറ്റി പോലുള്ള കാര്യങ്ങൾ കൃത്യമായി കൊടുത്തിട്ടുണ്ട്. പിന്നെയുള്ളത് കെമിസ്ട്രി ആണ്. കെമിസ്ട്രിയുമായി ബന്ധപ്പെട്ട് 3 മാർക്ക്. ആറ്റം, മോളിക്യൂൾ, സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ, അലോട്രോപ്പി, ഗ്യാസ് ലോസ്, അക്വോറിജിയ, എലമെന്റ്സ്, പീരിയോഡ് ടേബിൾ, ആസിഡ്, ആൽക്കലി പോലുള്ള കാര്യങ്ങൾ. പിന്നെയുള്ളത് ആർട്ട്, സ്പോർട്സ്, ലിറ്ററേച്ചർ, കൾച്ചർ ആണ്. 5 മാർക്കാണ്. ഇമ്പോർട്ടന്റ് ഓഡിയോ വിഷ്വൽ ആർട്ട് ഫോംസ് ഓഫ് കേരള, ഫേമസ് പ്ലേസസ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ, പേഴ്സണാലിറ്റീസ്,
റൈറ്റേഴ്സ് റിലേറ്റഡ് ടു ഒറിജിൻ, ഡെവലപ്മെന്റ് ആൻഡ് എക്സ്റ്റൻഷൻസ്, അങ്ങനെയുള്ള കുറെ പ്രാക്ടീസുകൾ. സ്പോർട്സുമായി ബന്ധപ്പെട്ട് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഫേമസ് സ്പോർട്സ് പേഴ്സണാലിറ്റീസ്, ഇമ്പോർട്ടന്റ് അവാർഡുകൾ, ഫേമസ് ട്രോഫി, അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട പ്ലേയേഴ്സ്. സ്പോർട്സിന്റെ 3 ഐറ്റം ഉണ്ട്. സെയിം ഫിലിംസ് ആണ്. വേൾഡ് സ്പോർട്സും ഉണ്ട്, ഇന്ത്യൻ സ്പോർട്സും ഉണ്ട്. കേരളത്തിൽ സ്പോർട്സുമായി ബന്ധപ്പെട്ട പേഴ്സണാലിറ്റീസും അവാർഡുകളും ടീംസുകളും കൃത്യമായി കൊടുത്തിട്ടുണ്ട്. ഒളിമ്പിക്സ്, ഏഷ്യൻ ഗെയിംസ് എല്ലാം കൃത്യമായി കൊടുത്തിട്ടുണ്ട്. അത് ലിറ്ററേച്ചറാണ്. മലയാളവുമായി ബന്ധപ്പെട്ട് മലയാളത്തിലെ സാഹിത്യവുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സാഹിത്യകാരന്മാർ, അവരുടെ വർക്കുകൾ, മെയിൻ വർക്ക്, റൈറ്റേഴ്സ്, തൂലികാനാമം, ഫേമസ് വർക്ക് ആൻഡ് ക്യാരക്ടർ, ഫേമസ് കോട്ടുകൾ, ജേർണലിസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, സിനിമയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അവാർഡുകൾ. പിന്നെയുള്ളത് നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം സിലബസ് കൃത്യമായി ഇംഗ്ലീഷിലായിരുന്നു പബ്ലിഷ് ചെയ്തത്. അപ്പൊ അതുകൊണ്ടാണ് സിലബസ് പൂർണ്ണമായിട്ടും ഇംഗ്ലീഷിൽ കാണാൻ കഴിയുന്നത്. അടുത്ത കേരളവുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഫെസ്റ്റിവൽസുകൾ, അതുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങൾ, അതുമായി ബന്ധപ്പെട്ട വ്യക്തികൾ. പിന്നെയുള്ളത് ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടർ 3 മാർക്കാണ്. എനിക്കൊന്ന് പ്രിലിംസിൽ 5 മാർക്കായിരുന്നു. കാരണം കമ്പ്യൂട്ടർ പ്രിലിംസിൽ 5 മാർക്കാണ് എൻ്റെ ഒരു വിശ്വാസം. അത് മെയിൻസിലേക്ക് 3 മാർക്കായി വെട്ടിക്കുറച്ചിട്ടുണ്ട്. ഹാർഡ്വെയർ, ഇൻപുട്ട് ഔട്ട്പുട്ട്, മെമ്മറി ഡിവൈസുകൾ, സോഫ്റ്റ്വെയറിന്റെ ക്ലാസിഫിക്കേഷൻ, ഓപ്പറേറ്റിംഗ് സിസ്റ്റം, പോപ്പുലർ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ പാക്കേജ്, ഡേറ്റാബേസ് പാക്കേജ്, ബേസിക്സ് ഓഫ് പ്രോഗ്രാമിംഗ് ഉള്ള കാര്യങ്ങൾ. പിന്നെയുള്ളത് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് ആണ്. ടൈപ്സ് ഓഫ് നെറ്റ്വർക്കിൽ ലാന്, വാന്, മാന്, നെറ്റ്വർക്ക് ഡിവൈസ്, മീഡിയ, സ്വിച്ച്, ഹബ്ബ്, റൂട്ടർ, ബ്രിഡ്ജ് പോലുള്ള കാര്യങ്ങൾ. പിന്നെയുള്ളത് ഇന്റർനെറ്റ് ആണ്. ആ സർവീസുമായി WWW, ഇമെയിൽ, സെർച്ച് എഞ്ചിൻ, സോഷ്യൽ മീഡിയ, വെബ് ഡിസൈനിങ്, ബ്രൗസർ, HTML പോലുള്ള കാര്യങ്ങൾ. പിന്നെയുള്ള സൈബർ കുറ്റകൃത്യങ്ങൾ, അതുമായി ബന്ധപ്പെട്ട ആക്ടുകൾ കൃത്യമായി പഠിക്കേണ്ടതായിട്ടുണ്ട്. ശേഷം പഠിക്കേണ്ട ഇമ്പോർട്ടന്റ് ആക്ടുകളാണ് നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, സ്പെഷ്യൽ ടോപ്പിക്കിന് പകരമായി കൊണ്ടുവന്നിരിക്കുന്ന കേരള ഗവർണൻസും ശേഷമുള്ള ഇമ്പോർട്ടന്റ് ആക്ടുകളും. 5 മാർക്കാണ്. റൈറ്റ് ടു ഇൻഫർമേഷൻ. അപ്പോൾ റൈറ്റ് ടു ഇൻഫർമേഷനുമായി ബന്ധപ്പെട്ട ആക്ടുകൾ ഉൾപ്പെടെ, ഡീറ്റെയിൽ ആക്ട് ഉൾപ്പെടെ കൃത്യമായിട്ട് നോക്കുക. റൈറ്റ് ടു പബ്ലിക് സർവീസ്, പ്രൊട്ടക്ഷൻ ഓഫ് കൺസ്യൂമേഴ്സ് പ്രൊട്ടക്ഷൻ ആക്ട് 2019 വന്ന മാറ്റങ്ങൾ, അതുപോലെ പ്രൊട്ടക്ഷൻ ഓഫ് വൾണറബിൾ സെക്ഷൻസ്, സിവിൽ റൈറ്റ്സ് ആക്ട്, SC/ST പ്രിവെൻഷൻ ഓഫ് അട്രോസിറ്റി ആക്ട്, 2007 ആക്ടുകൾ, 1993 നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻസ്, സ്റ്റേറ്റ് ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്തി ഒരു വലിയ ലോ സെക്ഷൻ. പിന്നെയുള്ളത് പ്രൊട്ടക്ഷൻ ഓഫ് സേഫ് ഗാർഡിംഗ് ഓഫ് ഹ്യൂമൻ അഫൻസ് അഗെയിൻസ്റ്റ് ഹ്യൂമൻ അണ്ടർ IPC. IPC എന്നുള്ളത് മാറും കേട്ടോ. ഇവിടെ ഒരു മാറ്റം വരാം. ഇവിടെയൊക്കെ നമുക്ക് ഈ IPC എന്ന് കാണുന്ന ഭാഗത്തൊക്കെ BNSSനെ ഉൾപ്പെടുത്തിയ ഒരു മാറ്റം വരാൻ സാധ്യതയുണ്ട്. അപ്പൊ അത് പുതിയ സിലബസ് വരുമ്പോൾ നമുക്കത് അറിയാൻ പറ്റും. നമ്മൾ ഈ പുതിയ സിലബസ് വരുന്നവരെ കാത്തിരിക്കരുത്. കാരണം അത് പരീക്ഷ കഴിഞ്ഞിട്ട് മാത്രമേ വരികയുള്ളൂ. പ്രിലിംസ് കഴിഞ്ഞിട്ട് തീർച്ചയായിട്ടും നമുക്ക് പ്രിലിംസ് കിട്ടും, കൺഫേം ആണ്. നമുക്കിനി പഠിക്കേണ്ടത് ശരിക്കും മെയിൻസ് ഓറിയന്റ് ആയിട്ട് പ്രിപ്പയർ ചെയ്യുക. അപ്പൊ ഇങ്ങനെയുള്ള ടോപ്പിക്കിനെ ഒന്ന് ഹോൾഡ് ചെയ്യുക. പ്രത്യേകിച്ച് ഈ IPC പോലുള്ള കാണുന്ന ടോപ്പിക്കുകളെ, IPC അത് 1-2 ടോപ്പിക്ക് മാത്രമേ ഉള്ളൂ. അപ്പൊ അതൊന്ന് ഹോൾഡ് ചെയ്യുക. ബാക്കി ഒരുപാടുണ്ട് പഠിക്കാൻ. ബാക്കി പഠിച്ചു വരുമ്പോഴേക്കും സിലബസും എത്തിക്കോളും കേട്ടോ. നാഷണൽ കമ്മീഷൻ ഫോർ വുമൺ ആക്ട്, കേരള വുമൻസ് കമ്മീഷൻ, അതുപോലെ ഡൊമസ്റ്റിക് വയലൻസ് ആക്ട് 2005, സെക്ഷൽ ഹാരാസ്മെന്റ്, വുമൺ അറ്റ് വർക്ക് പ്ലേസ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് നോക്കുക. ഓക്കെ അല്ലേ? അടുത്ത പ്രൊട്ടക്ഷൻ ആൻഡ് സേഫ് ഗാർഡിംഗ് ഓഫ് ചിൽഡ്രൻ, ഒഫൻസ് അഗെയിൻസ്റ്റ് ചിൽഡ്രൻ അണ്ടർ IPC. അപ്പൊ IPC ഒന്ന് ഹോൾഡ് ചെയ്യുക. അത് നമുക്ക് വേറെ ദിവസങ്ങൾ അപ്ഡേറ്റ് ചെയ്യും. അടുത്ത പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ഫ്രം സെക്ഷൽ ഒഫൻസസ് 2012, ജുവനൈൽ ജസ്റ്റിസ് ആക്ടുകൾ കൃത്യമായിട്ട് പരിഗണിക്കേണ്ടതായിട്ടുണ്ട്. പിന്നെയുള്ളത് മുന്നോട്ട് പോകുമ്പോൾ പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആൻഡ് മാൽ അഡ്മിനിസ്ട്രേഷൻ, ദി പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ട് 1988, സെൻട്രൽ വിജിലൻസ് ആക്ട് കമ്മീഷൻ ആക്ട് 2003, ലോകായുക്ത ആക്ട് 2013 കൃത്യമായി പരിഗണിക്കുക. പിന്നെയുള്ളത് പബ്ലിക് സെർവന്റ് ആണ്. അതവിടെ നിൽക്കട്ടെ, അതിപ്പോൾ നോക്കേണ്ട ആവശ്യമില്ല. കാരണം അത് നമ്മുടെ ഡീറ്റെയിൽ സിലബസ് വരും. അത് ഒന്നെങ്കിൽ ഇത് തന്നെ തുടരാം, അതല്ലെങ്കിൽ ഈ IPC എന്ന് പറയുന്ന ഭാഗത്ത് കുറച്ച് മാറ്റങ്ങൾ വരാം. അതല്ലാതെ മറ്റു മാറ്റങ്ങളൊന്നും സിലബസിൽ ഉള്ളതായിട്ട് അറിവില്ല. അടുത്ത അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽസ് ആക്ട് 1985, സെൻട്രൽ ഉണ്ട്, സ്റ്റേറ്റ് ഉണ്ട്. അവരുടെ പവറുകളും കാര്യങ്ങളും കൃത്യമായി ചെക്ക് ചെയ്യുക. കറണ്ട് അഫെയർ 15 മാർക്ക്. ലാസ്റ്റ് 1 ഇയർ കറണ്ട് അഫെയർ. ഇപ്പോൾ ഓൾറെഡി നമ്മൾ കറണ്ട് അഫെയർ നോക്കിക്കൊണ്ടിരിക്കുകയല്ലേ. 2025 ജനുവരി മുതൽ 2025 ജനുവരി മുതൽ ഇങ്ങോട്ടുള്ള കറണ്ട് അഫെയർ ആണ് ഈ ഒരു എക്സാമിന് ചോദിക്കാൻ സാധ്യത. പിന്നെയുള്ളത് QA റീസണിംഗ് ആണ്. സെയിം as പ്രിലിംസ്. എന്താണോ പ്രിലിംസിൽ ചോദിച്ചിരിക്കുന്നത് അതേ ടോപ്പിക്കാണ്. പക്ഷേ QA എന്ന് പറയുന്ന വിഷയം 5 മാർക്കിനേ ഉള്ളൂ. ഇനി അതിലുള്ള റേഷ്യോ ഓഫ് പ്രൊപ്പോർഷൻ, ടൈം ആൻഡ് ഡിസ്റ്റൻസ്, ടൈം ആൻഡ് വർക്ക്, ആവറേജ്, മെൻസുറേഷൻ, പെർസെൻറ്റേജ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെ കൃത്യമായി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. റീസണിങ് പ്രിലിംസിൽ 10 ഉണ്ടായിരുന്നു, മെയിൻസിൽ 5 ഉള്ളൂ. സെയിം as പ്രിലിംസ്. പ്രിലിംസിൽ എങ്ങനെയാണോ ചോദിച്ചിരിക്കുന്നത് അത് തന്നെയാണ് ഇവിടെ ചോദിക്കുന്നത് കേട്ടോ. ഓക്കെ അല്ലേ? റൈറ്റ്. പിന്നെ മുന്നോട്ട് പോകുന്ന സമയത്ത് ഇംഗ്ലീഷ് ആണ്. ഇംഗ്ലീഷ് 10 മാർക്കാണ് നമുക്ക് ശരിക്കും ഉള്ളത്. അത് പ്രിലിംസിൽ 20 ആയിരുന്നു.
സിലബസിൽ ടോപ്പിക്കിൽ ഒരു മാറ്റവുമില്ല, പഴയ ടോപ്പിക്ക് തന്നെ, അതായത് പഴയ ടോപ്പിക്ക് തന്നെയാണ്, പുതിയ ഒരു ടോപ്പിക് അല്ലത്. ശരിക്കും ഇംഗ്ലീഷിന്റെ ഗ്രാമാറ്റിക്കൽ പോർഷൻ 5 മാർക്കാണ്. പ്രിലിംസിൽ 10 ഉണ്ടായിരുന്നു, മെയിൻസിൽ 5 ആക്കിയതേ ഉള്ളൂ. അവിടെ പാർട്സ് ഓഫ് സ്പീച്ച് ഉണ്ട്, സബ്ജക്റ്റ് എഗ്രിമെന്റ് ഉണ്ട്, ക്വസ്റ്റ്യൻ ടാഗ് ഉണ്ട്, ഇൻഫിനിറ്റീവ് ജെറണ്ട് ഉണ്ട്, ടെൻസസ് ഉണ്ട്, പ്രിപ്പോസിഷൻ ഉണ്ട്, ഡയറക്റ്റ് ഇൻഡയറക്റ്റ് സ്പീച്ച് ഉണ്ട്, ആക്റ്റീവ് പാസീവ് വോയിസ് ഉണ്ട്. നിങ്ങൾ വൊക്കാബുലറി ആണ്, വൊക്കാബുലറി 5 മാർക്കാണ്. സിനോണിം ആന്റോണിം ഒക്കെ സെയിം അസ് പ്രിലിംസ് ആണ്, ഒരു മാറ്റവും ഇല്ല. അപ്പൊ അതിനകത്ത് നമുക്ക് റിവിഷൻ മാത്രം നടത്തിയാൽ മതി. നമ്മൾ പ്രിലിംസിൽ എന്തായാലും ആധികാരികമായിട്ട് പഠിക്കും, അപ്പൊ അതിൽ റിവിഷൻ മാത്രം നടത്തിയാൽ വേറെ ഒന്നും ചെയ്യണ്ട. അടുത്ത മലയാളമാണ്, സെയിം അസ് പ്രിലിംസ്, 10 മാർക്ക്. പ്രിലിംസിലും 10, മെയിൻസിലും 10. സെയിം അസ് പ്രിലിംസ് ആണ്, പ്രിലിംസിന് മാറ്റമില്ല, മെയിൻസിനും മാറ്റമില്ല. ഇതാണ് നമ്മുടെ ഡീറ്റെയിൽ സിലബസ് ഓഫ് ദി SBCAD, അതായത് സ്പെഷ്യൽ ബ്രാഞ്ച് ഇൻവെസ്റ്റിഗേഷൻ ഡിപ്പാർട്ട്മെന്റിലെ അല്ലെങ്കിൽ സ്പെഷ്യൽ ബ്രാഞ്ച് അസിസ്റ്റന്റ് SBCAD എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് വിളിക്കുന്ന പരീക്ഷയുടെ മെയിൻസിന്റെ സിലബസ് ആണ് ഷെയർ ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇതിന് CPOന്റെ ശമ്പളമാണ്. ക്വാളിഫിക്കേഷൻ ഡിഗ്രി ആണെങ്കിലും ഡിഗ്രി ശമ്പള ബേസ് അല്ല കൊടുത്തിരിക്കുന്നത്, CPOന്റെ ശമ്പളമാണ്. 31,100 ടു 66,800. മാത്രമല്ല മറ്റു ചില നേട്ടങ്ങളൊക്കെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരള പോലീസിന്റെ ആയിട്ടുള്ള എല്ലാ ക്യാന്റീൻ സർവീസും ഉള്ള കാര്യങ്ങൾ, കേരള പോലീസിൻ്റെതായുള്ള CPOയ്ക്ക് അല്ലെങ്കിൽ ഒരു സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസിന് ലഭിക്കേണ്ടതായിട്ടുള്ള എല്ലാ തരത്തിലും ഈ ക്യാന്റീൻ ഫെസിലിറ്റി, അതുപോലെ തന്നെ സൊസൈറ്റി ഫെസിലിറ്റി, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും തീർച്ചയായിട്ടും അവൈലബിൾ ആണ്. 1. 2 ഡിപ്പാർട്ട്മെന്റ് ആണ്, പോലീസ് ഡിപ്പാർട്ട്മെന്റ് ആണെന്നൊരു സ്പെഷ്യാലിറ്റി നമുക്കുണ്ട്. 3ാമത്തെ ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി ഫിസിക്കൽ ഇല്ല. ഈ പരീക്ഷയ്ക്ക് ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നോ ഫിസിക്കൽ ഉണ്ടോ? ഇല്ല. നമുക്ക് സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസിനെ പോലും CPOനെ പോലും ഫിസിക്കൽ ഇല്ല. നോ മെഡിക്കൽ, പ്രത്യേകിച്ച് മെഡിക്കൽ ടെസ്റ്റുകളൊന്നുമില്ല. പക്ഷെ അതിൽ കൃത്യമായി പറയുന്നുണ്ട് ഭിന്നശേഷിക്കാർ അയക്കാൻ പാടില്ല എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഫിസിക്കലി PH അല്ലെങ്കിൽ ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ് പേഴ്സൺസ് അയക്കാൻ പാടില്ല. പക്ഷെ പ്രത്യേകിച്ച് മെഡിക്കൽ പരിശോധന, എസ്പെഷ്യലി കണ്ണൊക്കെ ഇല്ല. കാരണം പോലീസ് എന്ന് പറയുന്നത് കണ്ണ് പക്ക 6/6 ആയിരിക്കണം. ഇവിടെ അങ്ങനൊന്നും പറയുന്നില്ല. ഇല്ല, ഈ ജോലിയുടെ നേച്ചർ ഡേ ആൻഡ് നൈറ്റ് ഒന്നും അല്ല കേട്ടോ. സാധാരണ പോലീസുകാരുടെ കഷ്ടപ്പാട് പോലെ ഡേ ആൻഡ് നൈറ്റ് അല്ല. പകരം നമുക്ക് 10 to 5 ഓഫീസ് ടൈമാണ്. ശരിക്കും ഒരു ഓഫീസ് അസിസ്റ്റന്റ് സപ്പോർട്ടീവ് വർക്കാണ്. കേരള പോലീസിനെ സഹായിക്കുന്ന, പോലീസ് ഡിപ്പാർട്ട്മെന്റിനെ സഹായിക്കുന്ന ഒരു ഓഫീസ് അസിസ്റ്റന്റ് സപ്പോർട്ടീവ് വർക്കാണ്, സപ്പോർട്ട് ചെയ്യുന്ന ഒരു വർക്കാണ്. അപ്പൊ അതിൽ 10 to 5 ആണ്, സാധാ ഓഫീസ് ടൈം തന്നെയാണ്. കേരള പോലീസിന്റെ ഓഫീസിനാണ് ജോലി, കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഫീൽഡ് വർക്കും വരാറുണ്ട്, പക്ഷെ ഫീൽഡ് വർക്ക് ഈ പറഞ്ഞ പോലെ പോലീസിനെ പോലെ സ്ട്രിക്റ്റ് അല്ല, അതുപോലെ തന്നെ ടൈറ്റ് അല്ല. ഓക്കെ, പ്രത്യേകിച്ച് ഫിസിക്കൽ ഉണ്ടോ? ഇല്ല. മെഡിക്കലും ഇല്ല. സാധാരണ ഒരു LDC പരീക്ഷ പോലെ തന്നെ. പക്ഷെ ശമ്പളം LDCയെക്കാട്ടി കൂടുതൽ ഉണ്ട് താനും, മറക്കരുത്. നല്ലൊരു പോസ്റ്റാണ്. ഒരേപോലെ ലേഡീസിനും അയക്കാൻ കഴിയുമായിരുന്നു, ലേഡീസിനും മെയിൽസിനും ഒരേപോലെ അയക്കാൻ കഴിയുമായിരുന്നു. കേരളത്തിലെ ഏറ്റവും നല്ല പോസ്റ്റുകൾ ഒന്ന് തന്നെയാണ് SBCAD. ഓക്കെ അല്ലേ? അപ്പോൾ പ്രിലിംസിന്റെയും മെയിൻസിന്റെയും സിലബസിന്റെ പ്രിന്റ് ഔട്ട് എടുക്കുക. പ്രിലിംസിന്റെയും മെയിൻസിന്റെയും സിലബസ് ഞാനിപ്പോൾ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്തേക്കാം. നിലവിൽ എന്തെങ്കിലും ഈ ഒരു പോസ്റ്റുമായി ബന്ധപ്പെട്ടോ ഇതിന്റെ പഠന രീതിയുമായി ബന്ധപ്പെട്ടോ നിലവിലെ ബാച്ചുകളെ കുറിച്ചോ എന്തെങ്കിലും ഡൗട്ടുകളോ ആശയക്കുഴപ്പങ്ങളോ ഉണ്ടെങ്കിൽ ഈ വീഡിയോന്റെ കോൺടാക്ട്, അതായത് ഈ വീഡിയോന്റെ കമന്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൃത്യമായ കോൺടാക്ട് നമ്പർ ഉണ്ട്. ഞാൻ ആ നമ്പർ ഒന്ന് എഴുതിയേക്കാം. 7907365854. പറഞ്ഞതുപോലെ 7907365854. കൃത്യമായ നമ്പര് നമ്മുടെ കമന്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൃത്യമായ നമ്പർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പോസ്റ്റുമായി ബന്ധപ്പെട്ടോ ഇതിന്റെ പരീക്ഷകളെ കുറിച്ച് അറിയാനോ അല്ലെങ്കിൽ ഇതിന്റെ നിലവിൽ ബാച്ചിലേക്ക് അഡ്മിഷൻ നടന്ന ക്ലാസ്സുകൾ പോയിക്കൊണ്ടിരിക്കുകയാണ്, ബാച്ചിന്റെ ഡീറ്റെയിൽസുകൾ അറിയാനോ ഫീസിന്റെ വിശദാംശങ്ങളൊക്കെ അറിയാൻ കൃത്യമായിട്ട് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിലും കാണുന്ന നമ്പറിലേക്ക് കൃത്യമായിട്ട് കോൺടാക്ട് ചെയ്യുക. ഓക്കെ അല്ലേ? അപ്പോൾ ഇനി അറിയേണ്ടത് പ്രിലിംസിന്റെ ഡേറ്റ് ആണ്. ഞാനത് വരും ദിവസങ്ങളിൽ അറിയുന്ന മുറയ്ക്ക് നിങ്ങളിലേക്ക് എത്തിക്കാം. നിലവിൽ നമ്മുടെ യൂട്യൂബ് ക്ലാസ് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും നമ്മുടെ യൂട്യൂബ് ക്ലാസ് കൃത്യമായി സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടപ്പുറത്തെ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക, ഓൾ നോട്ടിഫിക്കേഷൻ അലേർട്ട് കൊടുക്കുക, എല്ലാ ഗ്രൂപ്പുകളിലേക്കും ചാനൽ ഷെയർ ചെയ്തേക്കണേ. അപ്പോൾ SBCADന്റെ ബാക്കിയുള്ള ഫോളോ അപ്പും ഇതുമായി ബന്ധപ്പെട്ട ക്ലാസ്സുകളും വരും ദിവസങ്ങളിൽ അപ്ലോഡ് ചെയ്യാം. കൃത്യമായി യൂട്യൂബിൽ ഉണ്ടായിരിക്കണേ, മറന്നു പോകല്ലേ. ഓക്കെ അല്ലേ? ഓക്കെ, താങ്ക് യു.